കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മൂന്നാമത് സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. മുഴുവൻ സഹപ്രവർത്തകരെയും ഇന്ന് 3 മണിക്ക് മലപ്പുറത്ത് എത്തിച്ചേരുവാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 2022 ഡിസംബർ മാസം 10-ാം തീയതി പ്രിയങ്കരനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു അവർകൾ തിരുവനന്തപുരത്ത് വെച്ച് നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. ഏകദേശം 1 വർഷത്തോളം മെമ്പർഷിപ്പ് ക്യാമ്പ് നമ്മുടെ സംസ്ഥാനത്തുടനീളം നടന്നു കഴിഞ്ഞു. അതിൻ്റെ സമാപന സമ്മേളനമാണ് ഇന്ന് 22/12/2023 മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. കേരള യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ മെമ്പർഷിപ്പ് സമാപന സമ്മേളനമാണ് ഇന്ന്. വെള്ളിയാഴ്ച 22-ന് പ്രകടനം 3 മണിക്ക് ആരംഭിക്കും. മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറം ഏരിയ കമ്മിറ്റിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയോടെ നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. മലപ്പുറം ഏരിയ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഫുൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളും 25 അംഗ എക്സിക്യൂട്ടീവ് അംഗം അവരെ ഏൽപ്പിച്ച ജോലി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി വളരെ സംഘടനക്കും വേണ്ടി പൊതുസമൂഹത്തിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന രീതിയിലും ജില്ലാ സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് വരെ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് മലപ്പുറം ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചെയ്ത പ്രവർത്തനം. അതൊരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഈ ടൗൺ ഹാളിൽ നമ്മൾ സമ്മേളന നഗരിൽ 2500 ആളുകൾക്ക് ഇരിക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും എല്ലാ സ്റ്റേജ് അറേഞ്ച്മെന്റും ഞങ്ങളിവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളെ പൊതുസമ്മേളനം ആരംഭിക്കും. അതുപോലെ പ്രകടനം ആരംഭിക്കും. അതിന് നമ്മളെ വളണ്ടിയേഴ്സ് മലപ്പുറം ഏരിയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഈ പ്രകടനം നിയന്ത്രിക്കുന്നതും ഈ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ മലപ്പുറം ഏരിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ഈ അവസരത്തിൽ നന്ദി പറയണം. അതുപോലെ തന്നെ ഇത് ഏരിയ കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ജില്ലാ കമ്മിറ്റിയും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. മലപ്പുറം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഷിബിർ അലി മോൻ, പ്രസിഡന്റ്. നമസ്കാരം പ്രിയ മെമ്പർമാരെ, ഇന്ന് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്ന മലപ്പുറം ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ സമാപന സമ്മേളനമാണ്. നമ്മുടെ എല്ലാ സജ്ജീകരണവും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1000-1500 മെമ്പർമാരെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു പ്രകടനം തന്നെയാണ് ഇവിടെ കാഴ്ചവെക്കാനും അതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനവും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ സമാപന സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചതെന്ന് വെച്ചാൽ, നമ്മളിതിനു മുമ്പ് 2 വർഷം മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ തൊഴിലാളികളുടെ അടിയിൽ വന്ന ഈ പ്രശ്നങ്ങളും അതിന് പരിഹാരം കാണുക എന്നുള്ളവർക്ക് സംഘടിക്കുക, അതിന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടാക്കുക. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ സമാപനം എന്നുള്ളോളം ഇന്ന് ഇന്ന് ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ പൊതുസമ്മേളനം, അതിൻ്റെ നമ്മളെ കാര്യപ്പെട്ട ആളുകളൊക്കെ വന്ന് അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. അതായത് ഇന്നത്തെ ഈ നമ്മുടെ കരിനിയമങ്ങളും നമ്മളിതിനെ അനുവദിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങളെല്ലാം പരിഹാരം നമ്മൾ സംഘടിക്ക് നേടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കേരള സർക്കാരിൻ്റെ ഓരോ ചെറിയ പ്രയോഗങ്ങളും അതുകൊണ്ട് അതെല്ലാം തിരുത്തി പോകണം എന്നുള്ള ഒരു താക്കീത് കൂടിയായി നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മാറണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇതിനോട് സംഘടിച്ച നമ്മൾ ഒരുപാട് സംഘാടകർ ഇതിനുമായി സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തിച്ച എല്ലാവർക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷ അവരിൽ നിൽക്കുന്നുണ്ട്. ഇനി നേതാക്കന്മാർ വരാനുണ്ട്, വന്നുകൊണ്ട് ഇനി ഈ പ്രകടനം ഇതെല്ലാം സമാപിക്കും. അതുവരെ നമ്മളെ എല്ലാ ആളുകളും ഇതിന് കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംഘടനയെ പറ്റിയും സംഘടനയുടെ വിശദമായ വിവരങ്ങളെ പറ്റിയും ജില്ലാ പ്രസിഡന്റ് നമ്മുടെ സിദ്ദീഖ് വലിയൂർ സംസാരിക്കുന്നതാണ്. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന് നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലാ കമ്മിറ്റി, അതുപോലെ തന്നെ താലൂക്കുകളും RT ഓഫീസുകളും ബേസ് ചെയ്തുകൊണ്ട് 80ഓളം താലൂക്ക് ഏരിയ കമ്മിറ്റികളും ഇന്ന് നിലവിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത്. ഈ മേഖലയിലുള്ള മുഴുവൻ ആളുകളെയും ഒരു കുടക്കീയിൽ കൊണ്ടുവന്ന് അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളും തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ പ്രവർത്തകർക്കുണ്ടാവുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും നാം ഇടപെട്ടുകൊണ്ട് അത് പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അവർ സാമ്പത്തികമായിട്ടും മറ്റും അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2007 നമ്മുടെ ഈ സംഘടന സ്ഥാപിതമായത്. പ്രിയങ്കരനായ പാലക്കാട് നിന്നുള്ള ശ്രീ ഖാജ ഹുസൈൻ ക
നമ്മുടെ ഈ സംഘടനക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഇന്ന് കേരളത്തിൽ മുഴുവനും ഈ സംഘടന രൂപീകരിക്കാൻ കാരണമായിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ 10 കമ്മിറ്റികളാണ് നിലവിലുള്ളത്. 7 താലൂക്കുകളും അതുപോലെ തന്നെ 3 ഏരിയ കമ്മിറ്റികളും, അങ്ങനെ 10 കമ്മിറ്റികൾ ഇന്ന് നമ്മുടെ ജില്ലയിലുണ്ട്. ഈ 10 കമ്മിറ്റികളിലായി ഏകദേശം 2000-ഓളം മെമ്പർമാർ നമ്മുടെ സംഘടനക്കുണ്ട്. ഇതിൽ ബ്രോക്കർമാരായിട്ടും അതുപോലെ തന്നെ ചില്ലറ പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ഒരു കാർ എന്ന മോഹം പൂവണിയുന്നതിന് വേണ്ടി അവർക്ക് ചില്ലറ ഫൈനാൻസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നവരും അതുപോലെ തന്നെ ഡീലർമാരായിട്ടുള്ളവരുമാകുന്നു ഈ സംഘടനയുടെ മെമ്പർമാർ. അവരുടെ മുഴുവൻ സംരക്ഷണവും ഈ സംഘടനയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ താലൂക്ക് ഏരിയ കമ്മിറ്റികളുമുണ്ട്. അതിൻ്റെ മേലായി ഇതിന് സംസ്ഥാന കമ്മിറ്റിയുമുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് നമ്മുടെ മലപ്പുറത്തിൽ നിന്നുള്ള പ്രിയങ്കരനായ അനിൽ വർഗീസ് അവർകളാണ്. അതുപോലെ ഇതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സോണി വരിയാപ്പിൽ കോട്ടയത്ത് നിന്നുള്ള ആളാണ്. അതുപോലെ തന്നെ ഇതിന്റെ ട്രഷറർ നമ്മുടെ പ്രിയങ്കരനായ കൊല്ലത്തു നിന്നുള്ള പ്രിയപ്പെട്ട സുനിൽ അവർകളാണ്. അങ്ങനെ എല്ലാ കമ്മിറ്റികളും വളരെ ഉഷാറായി ഇവരുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അംഗങ്ങൾക്കിടയിലുണ്ടാകുന്ന വിഷയങ്ങളും അതുപോലെ തന്നെ RT ഓഫീസുകളിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഇടയിലുള്ള പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയും ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയങ്കരനായ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ തിരൂരിൽ നിന്നുള്ള ഇസ്ഹാക്കിന് 16 ലക്ഷം രൂപയോളം മുടക്കിക്കൊണ്ടാണ് നാം ഒരു വീട് പണിതു കൊടുത്തത്. അതുപോലെ ഈ കഴിഞ്ഞ വർഷം നമ്മോട് വിട പറഞ്ഞ പ്രിയങ്കരനായ തിരുരങ്ങാടി താലൂക്കിൽ നിന്നുള്ള BM അഷ്റഫ്, അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് ചികിത്സാ സഹായവും അവരുടെ മക്കളുടെ വിവാഹ സഹായവും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായവും ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇതിന്റെ സമ്പൂർണ്ണ സമാപന സമ്മേളനമാണ്. 2000-ഓളം വരുന്ന ആളുകൾ ഇന്ന് ഈ പ്രകടനത്തിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ പ്രിയങ്കരനായ CITU നേതാവ് പ്രിയപ്പെട്ട VP സക്കറിയ ഇന്ന് ഇവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരനായ നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ സൗക്കത്ത് ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്നു. അങ്ങനെ സമൂഹത്തിന്റെ നാനാ ഭാഗത്തുള്ള നേതാക്കളും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തുള്ളവരും ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. 2023-25 കാലഘട്ടത്തിലേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ സമാപന സമ്മേളനം മലപ്പുറം ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടപ്പോൾ ആ നിമിഷം മുതൽ ആവേശത്തിലാണ് സംഘടന മുഴുവനും. കാരണം മലപ്പുറം ജില്ലാ കമ്മിറ്റി 2 വട്ടം ജില്ലാ സമ്മേളനം നടത്തിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ചിട്ടുള്ള കമ്മിറ്റിയാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സംസ്ഥാനതല സമ്മേളനത്തെ പരിസമാപ്തി സമ്മേളനം ഇവിടെ വെച്ച് നടത്തുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ആവേശമായിരുന്നു. അതിന്റെ മുഴുവൻ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ സമ്മേളനവും അതിനോടനുബന്ധിച്ചുള്ള പ്രകടനവും നടത്തിയിട്ടുള്ളത്. വളരെ അടുക്കും ചിട്ടയോടുകൂടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയിട്ടുള്ള ഈ സമ്മേളനം സംഘടനയ്ക്ക് ഒരു ഊർജമാണ്, ഒരു ഉന്മേഷമാണ് നൽകാൻ പോകുന്നത്. അത് മാത്രവുമല്ല, സംഘടന ഒന്നിച്ചു നിന്ന് ഒരുമിച്ച് ഉയരാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് മാത്രവുമല്ല ഈ തൊഴിൽ മേഖലയുടെ സംരക്ഷകരായി നിന്നുകൊണ്ട് ഇനിയും ബഹുദൂരം പോരാട്ടങ്ങൾ നടത്തേണ്ടതുണ്ട്. അതിന് ഈ സമ്മേളന വേദി ഏറ്റവും വലിയ ഊർജം നൽകട്ടെ എന്ന് ഈ നിമിഷത്തിൽ ആശംസിക്കുകയാണ്. സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപന സമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ നടന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തെങ്കിലും അതിമനോഹരമായ രീതിയിലാണ് ഇന്ന് ഇവിടെ ഈ സമാപന സമ്മേളനം അരങ്ങേറിയത്. ഈ സമാപന സമ്മേളനം സംഘടന നേരിടുന്ന ഒട്ടനവധി വിഷയത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇനിയുള്ള സംഘടനയുടെ ഇനിയുള്ള ഈ അംഗങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ ഈ OTP വിഷയത്തിനെ കുറിച്ചൊക്കെ പല മുതിർന്ന നേതാക്കന്മാരും ചർച്ചകൾ ഉണ്ടായി. ഇനിയും ഈ സംഘടനയ്ക്ക് മെമ്പർമാർക്ക് ഉള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്
ഈ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയ മലപ്പുറം ജില്ലാ കമ്മിറ്റികൾക്കും താലൂക്ക് കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാം 1000 ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടന്നു വന്നിരുന്ന ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമാപന സമ്മേളനമാണ് ഇന്നിവിടെ മലപ്പുറത്ത് ഐതിഹാസികമായിട്ടുള്ള റാലിയോടുകൂടി ഇവിടെ ഇന്ന് സമാപിച്ചത്. പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുത്ത മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കകത്തുള്ള മുഴുവൻ മെമ്പർമാരെയും അതുപോലെ തന്നെ സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ, മറ്റു ജില്ലകളിലുള്ള നേതാക്കൾ, പ്രതിനിധികൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കൾ എല്ലാവരെയും കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് നന്ദി രേഖപ്പെടുത്തുകയാണ്.